Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ മോദിയും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനുമാണെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയമുണ്ടാകുമെന്നും ചെന്നിത്തല. പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂണ് പൊട്ടി അപകടം. ബസ് ജീവനക്കാരും യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണം BSNLന്റെ കേബിൾ കുടുങ്ങിയത്. CCTV ദൃശ്യം നെറ്റ്വർക്ക് ന്യൂസിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ടിന് തുടക്കമായി. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയ കർഷകർക്ക് സംഭവിച്ചത് കനത്ത നാശനഷ്ടം. പ്രദേശം ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. കായൽ ജലത്തിൽ ചൂട് വർദ്ധിച്ചതാണ് കൃഷി വ്യാപകമായി നശിക്കാൻ കാരണമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ മോദിയും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അന്നൂരിൽ നടന്ന UDF കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അന്നൂർ EK പൊതുവാളുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച UDF കുടുംബയോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എതിർ ശബ്ദങ്ങളെ പൂർണ്ണമായും തമസ്കരിക്കുന്ന നയമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഭരണാധികാരികൾ പിന്തുടരുന്നത്. ഇവരുടെ ഭരണവും വ്ളാദിമിർ പുടിന്റെ ഭരണവും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മോഡിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഒരു നേതാവ്, ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി. ഇത് ഏകാധിപതിയുടെ ശബ്ദമാണ്. മോഡി ഭരിക്കുന്നതും റഷ്യയിൽ ഇപ്പോൾ വ്ളാദിമിർ പുടിന്റെ ഭരണം ഒരുപോലെയാണ്. വ്ളാദിമിർ പുടിന്റെ അവിടെ തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം മാനേജ് ചെയ്യും. അദ്ദേഹത്തെ എതിർത്ത 43 വയസ്സുകാരനായ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ഒരു ദിവസം കസ്റ്റഡിയിലെടുത്തു, ഒരു ദ്വീപിൽ കൊണ്ട് പാർപ്പിച്ചു. 2 വർഷത്തോളം ജയിലിൽ തടങ്കൽ പോലെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ലോകം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മൃതശരീരം ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, M നാരായണൻകുട്ടി, MP ഉണ്ണികൃഷ്ണൻ, K ജയരാജ്, AP നാരായണൻ, KT സഹദുള്ള, B സജിത്ലാൽ, KV കൃഷ്ണൻ, BP സുഭാഷ്, P രത്നാകരൻ, CK വിനോദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂണ് പൊട്ടിവീണ് അപകടം. ബസ് ജീവനക്കാരും യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. BSNLന്റെ വൈഫൈ കേബിളിൽ കുടുങ്ങിയതാണ് അപകടം നടന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യവും നെറ്റ്വർക്ക് ചാനലിന് ലഭിച്ചു. ഉച്ചയ്ക്ക് 2:20 കൂടിയായിരുന്നു ബീച്ച് റോഡിൽ വെച്ച BSNLന്റെ കേബിളിൽ കുരുങ്ങി ബസ്സിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ബസ് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്ന 4ഓളം യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് ബസ്സിൻ്റെ ഡ്രൈവർ, റോഡ്നെറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ നമ്മളോട് പ്രതികരിക്കുന്നു. നമസ്കാരം, പേരും തങ്ങളുടെ? ബിലാൽ അല്ലേ? എന്തായിരുന്നു ബിലാൽ സംഭവിച്ചത്? ഇത് പുതിയ ബീച്ച് റോഡേക്ക് സ്ഥിരം ഓടുന്ന ബസ് തന്നെയാണ്. അത് ഇതിലൊന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ആ തെങ്ങിനാണ് ഇവർ വയറ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് ഓൾറെഡി റോഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ നമ്മൾ സ്ട്രൈറ്റ്
ക്രോസ് ആയി നിൽക്കുന്ന വയറാണെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബസ് മേലോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, റോഡ് നോക്കിയിട്ടില്ല വണ്ടി ഓടിക്കും. ഇപ്പം ക്രോസ് ആണെങ്കിൽ നമുക്ക് ലോങ്ങിനെ കാണാൻ പറ്റും. ഇത് സൈഡിലുള്ള ഈ ചെരിഞ്ഞ് നിൽക്കുന്ന തെങ്ങിന് ഈ വയറ് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അപ്പോൾ ബസ്സിൻ്റെ കൊമ്പിന് കുടുങ്ങി ഇളകിയതിന് ശേഷം പോസ്റ്റ് വന്ന് ബസ്സിന് വീണപ്പോഴാണ് ഇത് അറിയുന്നത്. അതെന്തോ ഭാഗ്യം ബസ്സിൻ്റെ മുകളിൽ വീണ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. അത് ഈ പോസ്റ്റ് ഇവിടുന്ന് അങ്ങത്തോളം എല്ലാ വയറും നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വയറും റോഡിലേക്ക് ചെരിഞ്ഞ് താണു കിടക്കുകയാണ്. അതിവരെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. സ്ഥിരം ഓടുന്ന ബസ് നമുക്കറിയാം വയറ് എവിടെയൊക്കെ താണു കിടക്കുന്നത്. പക്ഷേ ഇത് റോഡ് സൈഡിൽ കിടക്കുന്ന ഇതാണ്. അത് ആ പോസ്റ്റിന് കുടുങ്ങി പോസ്റ്റ് വലിഞ്ഞ് ബസ്സിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. അങ്ങനെയാണ് ഉണ്ടായത്. ഒരു 10-15 യാത്രക്കാരുണ്ടായിരുന്നു. സ്ഥിര യാത്രക്കാരാണ് ഇതിലുള്ളത്. അവർക്ക് അറിയാം കാര്യങ്ങൾ എന്താണ്, നമ്മളെപ്പം പോയി വരുന്നതാണ്, എങ്ങനെയാണ് ഇവിടുന്ന് ഒന്നാമത് റോഡ് അങ്ങനത്തെ മോശം റോഡാണ്. അപ്പോൾ ചിലപ്പോൾ റോഡ് കട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വണ്ടി അങ്ങോട്ട് മാറ്റേണ്ടി വരും, കട്ടർ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ തെങ്ങ് കൂടുതൽ റോഡിലേക്കാണ് ചാഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ മേലെ കൂടെയാണ് ഈ വയർ. എന്തിനു പറഞ്ഞാൽ ഇലക്ട്രിക് കേബിൾ അടക്കം പോകുന്നത് അത്രയും താണിട്ടാണ്. ഒരു വയർ കെട്ടുമ്പോൾ അതിൻ്റേതായ ഒരു പരിധി ഉണ്ടല്ലോ, എത്ര ഉയർത്തി കെട്ടണം. ഒരു ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറല്ലല്ലോ, ബസ്സല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഹൈറ്റും ഇതും കൂടി അവർ കണക്കിലെടുത്തിട്ടുണ്ട് വയർ റോഡ് സൈഡിലുള്ള വയർ കെട്ടാൻ. ഇതിപ്പോൾ ലോറിയും കാര്യങ്ങളും പോകുന്ന റോഡാണെങ്കിൽ ഇതിലെല്ലാ വയറും പൊളിയും. ഇതിപ്പോൾ സ്ഥിരം നമുക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഈ ഒരു വയർ എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തതാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിലേക്ക് വയർ കുരുങ്ങി പെട്ടെന്ന് കാണില്ല. ചെറിയ വയർ ബസ് ഇത്ര വലിയ വെയിറ്റുള്ള ബസ് കുടുങ്ങിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കുടുങ്ങിയെന്ന്. അപ്പോൾ അത് വണ്ടി എടുത്ത് മുന്നോട്ട് എടുത്തതിന് ശേഷമാണ് പോസ്റ്റ് ഒടുങ്ങി ബസ്സിൻ്റെ മേലിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് ഈ സംഭവം. ഭാഗ്യം എന്ന് മാത്രമേ ഇത്ര പാസഞ്ചർ കുട്ടികളും പെണ്ണുങ്ങളും ആൾക്കാരൊക്കെ ആയിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബസ്സിൻ്റെ മുകളിൽ അവിടെ നിന്നതുകൊണ്ട് ബസ്സിൻ്റെ ക്വാളിറ്റി കാരണം അത് അവിടെ നിന്നു, ഇല്ലെങ്കിൽ അത് താഴേക്ക് വീഴും. കറണ്ടൊക്കെ അപ്പാട് തന്നെ പോയി. എന്തോ ഭാഗ്യം ഇലക്ട്രിക്കും കാര്യങ്ങളും ഇതൊന്നും ഇലക്ട്രിസിറ്റി വണ്ടിയിലേക്ക് അടിക്കാത്തത് ഭാഗ്യം. ആരതോ ഭാഗ്യം ബസ്സിലുണ്ടായി, ആരതോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയായി. എന്തായാലും തീരദേശ മേഖലയിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് നമ്മുടെ പുതിയങ്ങാടി ബീച്ച് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ BSNLൻ്റെ കേബിള് സ്ഥാപിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് ഇതിൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ പറയുന്നത്. ഇത് മുഴുവൻ കേബിളുകളും BSNLൻ്റെ ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കുന്ന കേബിളുകൾ മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഇനിയൊരു അപകടത്തിന് കാത്തു നിൽക്കരുതെന്നുമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടിവീണ സംഭവത്തിൽ ജാഗ്രതയോടെ KSEB. അപകട സമയത്ത് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30ഓടെയാണ് BSNL കേബിൾ കുരുങ്ങി വൈദ്യുതി തൂൺ ബസ്സിന് മുകളിൽ പതിച്ചത്. യാത്രക്കാരുമായി ബീച്ച് റോഡിൽ നിന്ന് പുതിയങ്ങാടിയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. 15ഓളം യാത്രക്കാരും ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ റോഡിൻ്റെ അവസ്ഥ കുറേ വർഷങ്ങളായി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു. ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല. മാറി പറഞ്ഞ സർക്കാരും നാട്ടുകാരും ഇങ്ങനെ നാട്ടുകാരോട് ഞാനാക്കിത്തരും ഓനാക്കിത്തരും. രണ്ട് കമ്പനിയും ഒറ്റോ ഇവരെ പറയും ഓനിവരെ പറയും, മറ്റോ രാഷ്ട്രീയക്കാർ മറ്റോ പറയും. ഒരു സംഗതിയുടെ നടക്കുന്നില്ല. കുട്ടികളെല്ലാം സ്കൂളിൽ കുലുങ്ങിയും വളരെ ഡേഞ്ചറിലാണ് പോകുന്നു. 2 വീലർ പോകുന്ന ഡേഞ്ചറാണ്, ബസ് പോകുന്ന ഡേഞ്ചറിലാണ്. അപ്പോൾ ഈ റോഡ് അടിയന്തരമായി നന്നാക്കണമെന്ന് വിനീത അപേക്ഷിക്കുന്നു. അപകടം നടന്ന ഉടനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. KSEB ജീവനക്കാർ സ്ഥലത്തെത്തി പൊട്ടിയ തൂണും വൈദ്യുതി കമ്പിയും ബസ്സിന് മുകളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പൊട്ടിയ പോസ്റ്റ് മാറ്റാനും പ്രവൃത്തി നടത്താനും തീരുമാനിച്ചു. വേഗത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും എന്ന് KSEB സബ് എഞ്ചിനീയർ ശ്രീനിവാസൻ അറിയിച്ചു. പൊട്ടാൻ കാരണം ഈ ബസ് കേബിൾ കൊളുത്തി വെളിഞ്ഞ് പൊട്ടാനെന്നാണ് BSNLൻ്റെ കേബിൾ കൊളുത്തിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ സംഭവം അറിഞ്ഞുകൊണ്ട് എന്നെ സബ്സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ഫീഡർ ട്രിപ്പായി ഞാനിവിടെ നിന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സംഭവ സ്ഥലത്തെത്തി അപകടങ്ങൾ ഒഴിവാക്കി. BSNLാണ് റിപ്പോർട്ട് അവർ വന്നു. വൈദ്യുതി പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള എത്തുന്നതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. AE ബഷീർ, സബ് എഞ്ചിനീയർ ശ്രീനിവാസൻ, PM രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ടിന് തുടക്കമായി. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവരാണ് വീട്ടിൽ വോട്ടിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ട് ആരംഭിച്ചു. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവരാണ് വീട്ടിൽ വോട്ടിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 10,363 പേരാണ് വീട്ടിൽ വോട്ടിനായി അപേക്ഷ നൽകിയത്. ഇതിൽ പരിശോധന നടത്തി ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 18-ന് ആരംഭിച്ച് 22 വരെ 5 ദിവസങ്ങൾ കൊണ്ട് വീട്ടിൽ വോട്ട് പൂർത്തീകരിക്കാനാണ് തീരുമാനം. കാസർഗോഡ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി 155 ടീമുകളെയാണ് ഇതിനായി സജ്ജീകരിച്ചത്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 1597 പേരാണ് വീട്ടിൽ വോട്ടിനായി അപേക്ഷ സമർപ്പിച്ചത്. പ്രവർത്തനം പൂർത്തിയാക്കാൻ 22 ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർക്കാവശ്യമായ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ രാവിലെ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നിന്നും വിതരണം ചെയ്തു. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ മെറ്റൽ ബിന്നിലാണ് സൂക്ഷിക്കുക. ഓരോ ദിവസവും അതാത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ മെറ്റൽ ബിന്ന് അന്ന് വൈകുന്നേരം എത്തിക്കും. AROയുടെയും രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മെറ്റൽ ബിന്ന് തുറന്ന് പരിശോധിച്ച് പ്രത്യേക കവറുകളിലാക്കി ARO അടയാളപ്പെടുത്തി വരണാധികാരിയുടെ കാര്യാലയമായ കളക്ടറേറ്റിൽ എത്തിക്കും. കളക്ടറേറ്റിൽ ഹോം വോട്ട് സെക്ഷനിൽ പ്രത്യേക സ്ട്രോങ് റൂമിൽ ഇത് സൂക്ഷിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കൃഷിയിറക്കിയ കർഷകർക്ക് സംഭവിച്ചത് കനത്ത നാശനഷ്ടം. പ്രദേശം ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. കായൽ ജലത്തിൽ ചൂട് വർദ്ധിച്ചതാണ് കൃഷി വ്യാപകമായി നശിക്കാൻ കാരണമെന്നാണ് സൂചന. കനത്ത ചൂടിൽ കായൽ ജലത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തിയത്. അനിയന്ത്രിതമായി ചൂട് മുകൾത്തട്ടിലുള്ള വിളവെടുക്കാറായ കല്ലുമ്മക്കായകളെ വാപിളർത്തി കായലിൽ കൊഴിഞ്ഞു വീഴുന്നതിന് കാരണമാവുകയായിരുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നുവെന്ന ഖ്യാതിയുള്ള കൗവായിക്കായലിൽ ഇത്തവണ കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപകമായാണ് നാശനഷ്ടമുണ്ടായത്. കൃഷിയിടങ്ങൾ ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്റർമാരായ കെ രവി, കെ വി പ്രീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം 2 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ നാശങ്ങൾ ഉണ്ടായ ആയിറ്റി, മാടക്കാൽ പ്രദേശങ്ങളിലെത്തിയാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. വേനൽക്കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിൻ്റെ ചൂട് കൂടിയതും വേനൽ മഴ തീരെ ലഭിക്കാത്തതുമാണ് ലക്ഷങ്ങളുടെ നഷ്ടം കല്ലുമ്മക്കായ കർഷകർക്ക് വരുത്തിവെച്ചത്. മത്സ്യത്തൊഴിലാളികളും കർഷക കൂട്ടായ്മകളും കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഉൾപ്പെടെ ഇറക്കിയ കല്ലുമ്മക്കായ കൃഷിയാണ് കടുത്ത ചൂടിൽ നശിച്ചത്. എന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് തീരുമാനമൊന്നും ആയിട്ടില്ല. ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ കർമ്മ പരിപാടി ആവിഷ്കരിക്കുന്നതിനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെയും ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം, പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പയിൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെയാണ് നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ നടന്ന ശില്പശാല നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് നടത്തിവരുന്നത്. അതിന്റെ ഫലമായിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ ആരോഗ്യ ജാഗ്രതാ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിനെക്കുറിച്ച് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ ക്ലാസ് എടുത്തു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ C ജയ, ഡോക്ടർ PV ജയരാജൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് K വിലാസിനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ R സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗാർഹിക തലം, സ്ഥാപനതലം, പൊതു ഇടം എന്നിങ്ങനെ 3 മേഖലകളായാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അശാസ്ത്രീയ മാലിന്യ പരിപാലനം, ജലസ്രോതസ്സുകളുടെ ശുചീകരണം, ഡ്രൈ ഡേ ആചരണം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പരിശോധനകൾ, കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വാർഡ് തലം വരെ വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. വാർഡ് തലത്തിൽ 50 വീടുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഓടകൾ ശുചീകരിക്കുകയും ചെറു ഇടങ്ങൾ, മാലിന്യക്കൂനകൾ, വെള്ളക്കെട്ടുകൾ എന്നിവ നീക്കം ചെയ്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. സാംസ്കാരികവും പുരാതനവുമായ സമ്പത്ത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുന്നതിന് സാർവദേശീയമായ സഹകരണം നൽകുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ പൂർവികർ കാത്തുവെച്ചുപോയ മഹത്തായ കാര്യങ്ങളാണ് പൈതൃകങ്ങൾ. കരുതലോടെ കാത്തുസൂക്ഷിക്കേണ്ടവയാണവ. അത് വസ്തുക്കളോ സ്ഥലങ്ങളോ സമുച്ചയങ്ങളോ കലാരൂപങ്ങളോ എന്തുമാകാം. ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാലൊച്ചകൾ ഇവയിൽ കൂടി നമുക്കിപ്പോഴും കേൾക്കാം. കേടുകൂടാതെ ഇവയെ കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ കാലത്ത് ജീവിക്കുന്നവരുടെയും കടമയാണ്. നമ്മുടെ പൂർവികന്മാർ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയാനുള്ളത്. ഏതായാലും നമ്മൾ ഇങ്ങനെയൊരു ദിവസം നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയതിൻ്റെ ആ കാര്യം നമ്മളെന്തും സ്മരിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് പൈതൃക ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായി ആചരിച്ചു വരുന്നു. സാംസ്കാരികവും പുരാതനവുമായ സമ്പത്ത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുന്നതിന് സാർവദേശീയമായി സഹകരണം നൽകുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ തുടരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരസ്പരം മത്സരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ഇത്തവണ കേരളത്തിലെ മുഴുവൻ സീറ്റും UDF തൂത്തുവാരുമെന്നും ചെന്നിത്തല കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിൽ സംഘടിപ്പിച്ച UDF കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സമസ്ത മേഖലയിലും പരാജയമാണ്. കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ, ഡീസൽ, പാചകവാതക വില ദിവസേന കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നില്ല. പട്ടികജാതി കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നും പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിൽ സംഘടിപ്പിച്ച UDF കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA കൊടുക്കുന്നില്ല. മാത്രമല്ല 52 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതപൂർണമായ ഒരു ജീവിതം സംഭാവന ചെയ്ത ഗവൺമെന്റാണിത്. MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, സുധീഷ് വെള്ളച്ചാൽ, അക്ഷയ് പറവൂർ, T അയ്യപ്പൻ, കക്കോപ്രവൻ മോഹനൻ, ആബിദ ടീച്ചർ, സുനിൽ പ്രകാശ്, SU റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. പെരുമ്പിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. P ശ്യാമള, KV ലളിത, ഈശ്വരി ബാലകൃഷ്ണൻ, KP ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. UDF കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെറുകുന്ന് കതിരുംവെക്ക് തറയിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ്
UDF കണ്ണപുരം പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത്. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു MPക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി. രാജേഷ് പാലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. അജിത് മാട്ടൂൽ, സുനിൽ പ്രകാശ്, SKP സഖറിയ, രാജീവൻ കപ്പച്ചേരി, ബെലറാം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് LDF കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ K. പത്മനാഭൻ. ചിട്ടയായ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നും ഇടതുപക്ഷത്തെ തുണച്ച മണ്ണാണ് കാസർഗോഡ്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ലെന്നും K. പത്മനാഭൻ ആരോപിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം തൊട്ട് തന്നെ നല്ല നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യക്തികളെയും കാണുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പിന്നീട് 2 ഘട്ടങ്ങളിലായി കല്യാശ്ശേരി മണ്ഡലത്തിലെയും കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പര്യടനം തുടരുകയാണ്. മറ്റെല്ലാ അർത്ഥത്തിലും വിവിധ മേഖലകളിൽ പ്രവർത്തകരെ, സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, വോട്ടർമാരെ നേരിൽ കാണുന്ന പ്രവർത്തനങ്ങൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് നല്ല നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ 35 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലുണ്ടായതാണ്. കഴിഞ്ഞ 5 വർഷമാണ് അത് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിടയിൽ നല്ല മതിപ്പോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്. എല്ലാ മേഖലകളിലും നല്ല നിലയിലുള്ള പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണ പൂർവാധികം ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. 2019-ലുണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വൻ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വി വിനോദ്, CP ഷിജു എന്നിവരും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാതിരിക്കാനാണ് നരേന്ദ്രമോദി RSSന്റെ അജണ്ട നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടങ്കോട് നടന്ന മത്സ്യത്തൊഴിലാളി കുടുംബസംഗമമായ നാട്ടുകൂട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന അവസാന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മൂടിവെക്കാൻ വർഗീയത ഉയർത്തിക്കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇതിന് RSSന്റെ പിന്തുണയാണ് അദ്ദേഹത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാനാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ആലുവാ ചുറ്റിക നക്ഷത്രത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് 2-3 MPമാരെ വിജയിപ്പിച്ചില്ല എങ്കിൽ അടുത്ത തവണ ഞങ്ങളുടെ ചിഹ്നം പോകും. മലപ്പട്ടിയിലും ഈനാമ്പേച്ചിയിലും ഒക്കെ മത്സരിക്കുന്നത് ഒരു കാര്യം സത്യമാണ്. ഇത്തവണ ഒരു MP CPM ഉണ്ടാവില്ല. ആലുവാ ചുറ്റിക നക്ഷത്രത്തിൽ CPM മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് കരുതപ്പെട്ടു. കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച സംഗമത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, നേതാക്കളായ KP കുഞ്ഞിക്കണ്ണൻ, K നീലകണ്ഠൻ, R ഗംഗാധരൻ, പ്രദീപൻ തുരുത്തി, TC റഹ്മാൻ, ഹക്കീം കുന്നിൽ, KP പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ ആദ്യകാല പ്രവർത്തകരെ രമേശ് ചെന്നിത്തല ആദരിച്ചു. LDF കാങ്കോൽ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവിലിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി കാങ്കോൽ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. LDF കാങ്കോൽ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
കാര്യങ്ങൾ നടന്നിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ട ഒരാളല്ല, BJPയുടെ ഒരു നേതാവായിട്ട് വന്നിവിടെ പ്രസംഗിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും വരുന്നില്ല. 2 അക്കം തികക്കുമെന്നാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 അക്കം എന്ന് പറയുമ്പോൾ 9 കിട്ടിയാൽ പോരാ, 10 കിട്ടണം, അതല്ലെങ്കിൽ 11 കിട്ടണം. KP കണ്ണൻ അധ്യക്ഷത വഹിച്ചു. PV വത്സല, NB ഭാസ്കരൻ, ഇക്ബാൽ പോപ്പുലർ, VV ഭാസ്കരൻ, KP രാഘവൻ, NK ഗംഗാധരൻ, PP സിദിൻ, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കുണ്ടേംകോവിലിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി കാങ്കോൽ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് പള്ളിമുക്കിൽ LDF പ്രവർത്തകർ സ്വീകരണം നൽകി. ആലപ്പടമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് പള്ളിമുക്കിൽ സ്വീകരണം നൽകി. ആലപ്പടമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. MV ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ഇപ്പോൾ അരമണിക്കൂർ ചൂട് കൊള്ളുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് വാങ്ങിക്കളഞ്ഞ് വല്ലാതെ വിഷമത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 55 ദിവസമായി രാവിലെ മുതൽ രാത്രി വരെ കന്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള നിങ്ങളെപ്പോലെ ഉള്ള 100 കണക്കിന് 1000 നമ്മുടെ സഹോദരന്മാരുടെ സ്വീകരണ യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി ആണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. KG ബിന്ദുമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ശശിധരൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, KV ബാബു, MV സുനിൽകുമാർ, PV ബാലൻ, രതീഷ് വൈക്കത്ത്, MTP നൂർദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് പള്ളിമുക്ക് ലൂർദ് മാതാ മലങ്കര കാത്തലിക് ചർച്ച് സന്ദർശിച്ചു. ചർച്ചിലെ ഫാദർ, കന്യാസ്ത്രീകൾ എന്നിവരെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പള്ളിമുക്ക് ലൂർദ് മാതാ മലങ്കര കാത്തലിക് ചർച്ച് സന്ദർശിച്ചു. ഫാദർ ബിജു മുടമ്പിളിക്കുഴിയെയും കന്യാസ്ത്രീകളെയും കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. പള്ളിയിൽ ക്യാമ്പിലെത്തിയ കുട്ടികളോട് കുശലം പറഞ്ഞും മറ്റും ഏറെ നേരം ചെലവഴിച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. CPI പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ, നേതാക്കളായ C സത്യപാലൻ, T വിജയൻ, MV സുനിൽകുമാർ, T തമ്പാൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ തുടരുന്നു. ചീമേനി പടിഞ്ഞാറേക്കരയിലെ ചേനൻ കുഞ്ഞിക്കണ്ണന് വേണം സുമനസ്സുകളുടെ കൈത്താങ്ങ്. കുഴഞ്ഞു വീണ് കഴുത്തിന് പിറകിൽ സാരമായി പരിക്കേറ്റ കുഞ്ഞിക്കണ്ണന്റെ ചികിത്സാ ചെലവിലേക്കായി 10 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ചീമേനി പടിഞ്ഞാറേക്കരയിലെ ചേനൻ കുഞ്ഞിക്കണ്ണൻ കുഴഞ്ഞു വീണ കഴുത്തിന് പിറകിൽ സാരമായി പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി വലിയൊരു തുക ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നിർധന കുടുംബം ചികിത്സയ്ക്കാവശ്യമായ 10 ലക്ഷത്തോളം രൂപ കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനായി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് അംഗം M ശ്രീജ ചെയർമാനും K നാണുക്കുട്ടൻ കൺവീനറും അഡ്വക്കേറ്റ് M വിനോദ് കുമാർ ട്രഷററുമായാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അത്യാസന്ന നിലയിൽ കഴിയുന്ന ചേനൻ കുഞ്ഞിക്കണ്ണന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തി ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബവും ചികിത്സാ സഹായ കമ്മിറ്റിയും ഉള്ളത്. സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ സാവിത്രി K, അക്കൗണ്ട് നമ്പർ 4288112292, IFS കോഡ് SBIN 0014887, SBI ചീമേനി എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിക്കേണ്ടതാണ്. ഗൂഗിൾ പേ നമ്പർ 9447341537. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥയ്ക്ക് പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം നൽകി. PKS പാട്ടുകൂട്ടത്തിന്റെ ഗാനമേളയും നടന്നു.
മതനിരപേക്ഷ മാനവിക ഇന്ത്യയ്ക്കു വേണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ പെരിങ്ങോം മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥയ്ക്ക് പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് സി ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലോകസഭയിലുണ്ടാകേണ്ട സ്ഥാനാർത്ഥികൾ ജയിക്കുകയും പാർലമെന്റിൽ അംഗങ്ങളായി ഉണ്ടാവുകയും ചെയ്യേണ്ടത് കാലഘട്ടം നമ്മുടെ ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തമാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് നമ്മുടെ സാംസ്കാരിക രീതി? നമ്മുടെ 2 ദിവസം മുമ്പ് വടകരയിലെ LDF സ്ഥാനാർത്ഥി കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ KV പ്രശാന്ത് കുമാർ, KK ഗംഗാധരൻ, VP മോഹനൻ മാസ്റ്റർ, K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. PKS പാട്ടുകൂട്ടത്തിന്റെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സർവീസ് പദ്ധതിയുടെ ഭാഗമായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അങ്കണവാടി പരിധികളിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സർവീസ് പദ്ധതിയുടെ ഭാഗമായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അങ്കണവാടി പരിധികളിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കായി നിയമവും കുട്ടികളും വ്യക്തിത്വ വികസനം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ മനസ്സിൽ നമുക്കറിയാം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം എങ്ങനെയാകണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കൗമാരക്കാലം. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾക്കും ആ ഒരു കാലത്ത് അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്തകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേറെ ടെൻഷനുള്ള ഒരു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A ഷീജ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ തമ്പാൻ, K ലതിക, P ലീല എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് VM വിനോദ്, രഞ്ജിത്ത് ഓരി എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം 19 മുതൽ 24 വരെ നടക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭൂതത്താറീശ്വരൻ കാവ് പരിസരത്ത് നിന്നും ആരംഭിക്കും. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം 19 മുതൽ 24 വരെയുള്ള തീയതികളിൽ നടക്കും. മുന്നോടിയായി വെള്ളിയാഴ്ച 5 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി 7-ന് പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യ അരങ്ങേറും. 21-ന് രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രതിഭാസംഗമം, മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ എന്നിവ നടക്കും. 23-ന് രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അട്ടോളിയിലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കും. വൈകുന്നേരം തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്. 24-ന് പുലർച്ചെ മുതൽ പൊട്ടൻതെയ്യം, വിഷ്ണുമൂർത്തി, വെള്ളാർകുളങ്ങര ഭഗവതി, അരവഞ്ചാൽ ഭഗവതി, ഗുളികൻ ദൈവം എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രസിദ്ധമായ പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്ര തിറ മഹോത്സവം സമാപിച്ചു. യക്ഷിക്കളംപാട്ടും തെയ്യവും ഒരേ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു എന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ഉത്തര മലബാറിലെ യക്ഷിക്കാവ് എന്നറിയപ്പെടുന്ന പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി നടന്നുവന്ന തിറ മഹോത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി യക്ഷിക്കളംപാട്ട്, ഭസ്മക്കളം, നാഗക്കളം, കരിനാഗയക്ഷി രൂപക്കളം, അഷ്ടനാഗക്കളം എന്നിവ നടന്നു. ഭക്തിയുടെ നിറവിൽ യക്ഷിയമ്മ ഉറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി. വർണ്ണശബളമായ എഴുന്നള്ളത്ത്, ശ്രീ ഗുരു മനപ്പിള്ളി മുത്തപ്പന് വിശേഷാൽ പൂജ, മൂലാരൂഢ ദേവതയും ഉഗ്രമൂർത്തിയുമായ ശ്രീ ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെയും ഗുളികൻ ദൈവത്തിന്റെയും പുറപ്പാട് എന്നിവ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അന്നദാനവും ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവത്തിന് ഭക്തജനത്തിരക്ക്. ഉത്സവം 20-ന് സമാപിക്കും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായി ചെറുകുന്ന് കണ്ണപുരം ഇരിണാവ് ദേശവാസികളുടെ കാഴ്ചവരവും ആചാരവെടിക്കെട്ടും നടന്നു. വിവിധ ദിവസങ്ങളിൽ നാദസ്വര കച്ചേരിയും ചാക്യാർകൂത്തും തായമ്പകിയും കേളി, കൊമ്പുപറ്റും, ചന്തം, തിടമ്പ് നൃത്തം എന്നിവ നടന്നു. ഏപ്രിൽ 19-ന് രാത്രി 8 മണിക്ക് പറശ്ശിനി മടപ്പുരവക കാഴ്ചവരവും ആചാരവെടിക്കെട്ടും നടക്കും. തുടർന്ന് ഉത്സവം എഴുന്നള്ളിപ്പ് പാപ്പിനിശ്ശേരിയിലേക്ക്. രാത്രി 2 മണിക്ക് ചന്തം, രാവിലെ 4-ന് ചിറ പ്രദക്ഷിണം.
തിടമ്പ് നൃത്തം, വെടിക്കോട്ടയിൽ എഴുന്നള്ളിപ്പും ആചാര വെടിക്കെട്ടും. 6-ന് അകത്തെഴുന്നള്ളിപ്പ്. 20-ന് രാത്രി 10 മണിക്ക് കളത്തിലരിയും പാട്ടും. എല്ലാ ദിവസവും രാവിലെ 10:30 മുതൽ 12:30 വരെ മംഗള ഇസൈ PR ഗണേശൻ ആൻഡ് പാർട്ടിയുടെ നാദസ്വര കച്ചേരിയും 2 മുതൽ 3 വരെ ഡോക്ടർ കലാമണ്ഡലം കനകകുമാർ തൃശൂർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും വൈകിട്ട് 3:30 മുതൽ 5:30 വരെ ചെറുകുന്ന ആസ്തികാലയം ക്ഷേത്രകലാകേന്ദ്രം പഞ്ചവാദ്യ സംഘത്തിന്റെ തായമ്പക, കേളി, കൊമ്പുപറ്റ് എന്നിവയും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ മോദിയും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനുമാണെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയമുണ്ടാകുമെന്നും ചെന്നിത്തല. പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂണ് പൊട്ടി അപകടം. ബസ് ജീവനക്കാരും യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണം BSNLന്റെ കേബിൾ കുടുങ്ങിയത്. CCTV ദൃശ്യം നെറ്റ്വർക്ക് ന്യൂസിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ടിന് തുടക്കമായി. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയ കർഷകർക്ക് സംഭവിച്ചത് കനത്ത നാശനഷ്ടം. പ്രദേശം ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. കായൽ ജലത്തിൽ ചൂട് വർദ്ധിച്ചതാണ് കൃഷി വ്യാപകമായി നശിക്കാൻ കാരണമെന്ന് സൂചന. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.